ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ വാർഡ് വിഭജനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഭജനത്തിനെതിരായ പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഭരണ നേതൃത്വത്തിൻ്റെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ധിക്കാര നടപടിയാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ BS അനൂപ് പറഞ്ഞു. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ വാർഡുകൾ കൂടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഗവൺമെന്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിന്റെ അതിർത്തിയും ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ പഞ്ചായത്തുകളിലൊക്കെ വാർഡ് വർദ്ധിച്ചപ്പോഴും ചിറയൻകീഴ് വാർഡുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല. പകരം ചെയ്തത് ഇവിടെയുള്ള അസസ്മെന്റ് രജിസ്റ്റർ നോക്കി ഈ വാർഡിലെ വിഭജനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ വാർഡ് വിഭജനം പൂർത്തിയായി വരുമ്പോൾ ഒരു വാർഡിൽ ഒരുപക്ഷെ നഗരസഭയ്ക്കും കോർപ്പറേഷനും തുല്യമായി വോട്ടർമാർ ഉണ്ടാകുന്ന ഒരു 3500 മുതൽ 4000 പേർ വോട്ട് ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ കരടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആക്ഷേപങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചർച്ചയ്ക്കെടുക്കുവാൻ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഇത് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറിയോ തയ്യാറായില്ല. ഇത് അടിയന്തരമായി ഈ വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുത്ത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്തുകൊടുത്തു. ഇന്ന് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ കമ്മിറ്റിയാകുന്നു. ചിറയൻകീഴിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയത്തിൽ അത് കമ്മിറ്റിക്ക് അഭിപ്രായം പറയുവാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അഭിപ്രായം പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ കത്തുകൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ കമ്മിറ്റിയിൽ അജണ്ടയിൽ പോലും ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊരു ധിക്കാരപരമായ നടപടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് 2-3 ഉദ്യോഗസ്ഥർ ചേർന്ന് വിവിധ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ RSSന് വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ഈ വാർഡുകൾ വിഭജിച്ചു കൊടുക്കുന്ന തരത്തിലേക്കാണ് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നത്. ഇത് എന്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജയിക്കുവാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് തോന്നിയതുപോലെ വിഭജനം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ഇത്രയും നല്ലതായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങ് ആക്ഷേപം കൊടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളും വിഭജനം പൂർത്തിയാക്കി ഒരു സ്ഥലത്ത് പോലും പ്രശ്നമില്ല. എന്തുകൊണ്ട് ചിറയൻകീഴ് മാത്രം ഇത്ര വിഷയമുണ്ടായി എന്ന് ചോദിച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ എല്ലാ ആനുകൂല്യം താൽക്കാലിക നമ്പർ കൊടുത്തിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ താൽക്കാലിക നമ്പർ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക നമ്പർ ഇതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. എന്തുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആ നമ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല? ആ ഉൾപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് ഒരു വാർഡിൽ 4000 പേരുള്ള വോട്ടർമാരെ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. തീരദേശ മേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ്. ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നമ്മൾ തുടങ്ങും. തീരദേശ മേഖലയിലുള്ള 10 ഒറ്റപ്പന, 11 പെരുമാതുറ, 12 പൊഴിക്കര, 14 മുതലപ്പൊഴി വാർഡുകളുടെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നതാണ് പുതിയ നിർദ്ദേശം. നിലവിൽ പെരുമാതുറ മേഖലയിൽ 3 വാർഡുകൾ ഉണ്ടായിരുന്നത് 2 വാർഡുകളായി കുറഞ്ഞു. കൂടാതെ താഴമ്പള്ളിയിലെ ഒരു വാർഡ് കൂടി പെരുമാതുറ മേഖലയിലെ വാർഡുമായി ലയിപ്പിച്ചു. പെരുമാതുറ വാർഡ് അതിർത്തിയും പൊഴിക്കര വാർഡ് അതിർത്തിയും തമ്മിൽ 5 കിലോമീറ്റർ ദൈർഘ്യം വരും. കൂടാതെ തീരദേശ മേഖലയിലെ ഒറ്റപ്പന, മുതലപ്പൊഴി വാർഡുകൾ കരട് രേഖ പ്രകാരം ഒഴിവാക്കാനാണ് നീക്കം. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോനി B ശാർക്കര, അൻസിൽ അൻസാരി, മനുമോൻ RP, V ബേബി എന്നിവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറി MJ ആനന്ദ്, ചിറയൻകീഴ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ സലാം, റിസാദ് റഹീം, ഷാജഹാൻ, പുതുക്കരി പ്രസന്നൻ, രാധാകൃഷ്ണൻ, ജെറോം, സുജിൻ രാജ്, രമേശൻ, സുനിൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.